നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീടുകളിൽ മെന്റലി ചലഞ്ചിലായിട്ടുള്ള കുട്ടികൾ, ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾ ഉള്ളവരല്ലെങ്കിൽ അടുത്തറിയാവുന്നവരൊക്കെ കാണും. അവരുടെ മാതാപിതാക്കൾ ആ കുട്ടികളെ, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ പാഴപ്പെടുന്ന പാടുകൾ, അവരുടെ ജീവിതങ്ങൾ ഒരു നേർ അനുഭവമായി തന്നെ ഞാൻ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊരു കഥ എഴുതുകയും അത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രമാണ് ശ്വാസം. ഒരു ഫീൽ ഗുഡ് എന്ന് പറയാവുന്ന ഒരു മൂവിയാണ്. ഏതൊരു മനുഷ്യ ഹൃദയങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ വേദനയോടുകൂടി സഹതാപത്തോടുകൂടി ആ സമൂഹത്തെ കാണുക, അല്ലെങ്കിൽ അവരെ അറിയുവാൻ ഈ സിനിമ ഉതകും എന്നുള്ളത് എനിക്ക് നിശ്ചയമുള്ള ഒരു കാര്യമാണ്. 2 ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഗാനം രാരീരം ഗാനം എന്ന് തുടങ്ങുന്ന ഒരു താരാട്ട് പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ശ്രീരേഖ അശോകാണ്. ശ്രീരേഖ അശോക് എന്ന് പറയുന്നത് തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആരവം എന്ന മാഗസിൻ്റെ അതിൻ്റെ ഉടമസ്ഥയിലുള്ളത് അശോക് സാറിൻ്റെ പുത്രനാണ്. നിരവധിയായ കവിതകളും എഴുതുന്ന ഒരു IT പ്രൊഫഷണലായിട്ടുള്ള ഒരാളാണ്. കൂടാതെ ഒരു ഗസൽ മൂഡിലുള്ള ഒരു പാട്ടും ഇതിനകത്ത് മഴയായി ചായവേ എന്ന് തുടങ്ങുന്ന വരികളും ശ്രീരേഖാണ് എഴുതിയത്. അതിമനോഹരമായി അത് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് മിത്ര ഗോപി എന്ന ഗസൽ സിംഗറാണ് പഠിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ മഞ്ജരി പാടിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. മനോരമ മ്യൂസിക് ഈ പാട്ടുകൾ എടുത്തു കഴിഞ്ഞു. ഇന്നലെയായിരുന്നു അതിൻ്റെ എഗ്രിമെൻറ്റ്. അത് കണ്ടന്റ് റിലീസ് ചെയ്യാതെ കൊണ്ട് അത് കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇതിവിടെ കണ്ടന്റ് കേൾപ്പിക്കുന്നില്ല. അറിയബോസിൽ സീസൺ 2-ലും 3-ല് അറ്റൻഡ് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് കോട്ടയത്ത് വെച്ചാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് സൂര്യ അഭിനയിക്കുന്നത്. തുടർന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വേഷത്തിലാണ് ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ടീച്ചറായിട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ടീച്ചറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായി ആ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒരു വലിയ വിഷയത്തെ വളരെ ഹൃദയസ്പർശിയായി തന്നെ ചിത്രീകരിക്കാൻ ബിനോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ലൊക്കേഷനിലൊക്കെ അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് നമുക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. ഇതൊരു നല്ല സിനിമയായിരിക്കും. തീർച്ചയായിട്ടും ഈ വലിയ ബ്രഹ്മാണ്ഡം പടങ്ങളുടെയൊക്കെ ഇടയിൽ ഇത്തരം ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിച്ച് വിടേണ്ടത് നമ്മളുടെ മാധ്യമങ്ങളുടെ ഒരു കർത്തവ്യമാണ്. എല്ലാ പ്രോത്സാഹനങ്ങളും വിനിയോഗിച്ച് കൊടുക്കണം. മേഖലയായി നാടക രംഗമേ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പറഞ്ഞ താരാട്ട് പാട്ടാണ് പാടിയിരിക്കുന്നത്. ചിത്ര ചേച്ചിയാണ്. പിന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഗസൽ മൂഡിലുള്ള ഒരു പാട്ടാണ്. അത് മ്യൂസിക് ഡയറക്ടറും കൂടെ ആയിട്ടുള്ള വിത്തിരാഗ് എന്ന് പറഞ്ഞു, വിത്തിരാഗ് ഗോപി, അദ്ദേഹമാണ് അത് പാടിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ സിംഗർ മഞ്ജരിയും പാടിയിട്ടുണ്ട്. അപ്പോൾ പാട്ടുകൾ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, വിജയിപ്പിക്കണം. നമ്മുടെ ആദ്യത്തെ ഒരു വർക്ക്. നമസ്കാരം, ഞാനും ഇതിനൊരു ഭാഗമായിട്ടുണ്ട്. ഒരു ടീച്ചറിൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നല്ലൊരു ചിത്രമാണ്. സാറ് ഒരു ചെറിയ ചിത്രമായിട്ടാണെങ്കിൽ പോലും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷനായിട്ട് തോന്നിയില്ല. ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിലാണെങ്കിലും ശരിക്കും ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ മാറി ചെയ്യുകയായിരുന്നു.
നമുക്ക് ആ നായകൻ, ആ ഒരു കുഞ്ഞി പയ്യൻ, ഒരു 20-25 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ ആ പയ്യനാണെങ്കിൽ പോലും ഒരു 17-18 വയസ്സുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്, സാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കും സാറിന് ഈ ഒരു ചിത്രത്തിന് അംഗീകാരം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വരണമെന്ന് മനസ്സോട് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചിത്രമാണ്, എല്ലാവരും പോയി കാണാൻ അനുഗ്രഹിക്കുക. താങ്ക് യു. ആദ്യമൊക്കെ ഫിലിമാണ്. ഞാൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളനാരായണിൽ പഠിച്ചിറങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ആണ് അത് ചെയ്യുന്നത്. ഞങ്ങളത് സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഒരുപാട് മുന്നിൽ മുതൽ ഞാൻ അങ്ങളും ഇതിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് വളരെ നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വരികളൊക്കെ എഴുതാറുണ്ടായിരുന്നു, കവിത, കഥയൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സിനിമ എന്നൊരു മേഖലയിലേക്ക് ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ വരുന്നത്. അതിന് നമുക്കൊരു അവസരം തന്നത് ബിനോയ് ചേട്ടനാണ്. 2 ഗാനങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒന്നൊരു താരാട്ട് പാട്ടാണ്, ബിനോയ് ചേട്ടൻ പറഞ്ഞ പോലെ ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. രണ്ടാമതൊരു ഗസൽ രൂപത്തിലുള്ള പാട്ടാണ്, വീട്ടിലാണ് പാടിയിരിക്കുന്നത്. മറ്റ് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബിനോയ് ചേട്ടൻ സബ്ജക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇത്തരം ചെറിയൊരു കലാമൂല്യമുള്ള ചിത്രങ്ങൾ പലപ്പോഴും തിയേറ്ററിൽ എത്തുന്നത്.